ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ശീർഷകത്തിൻ കീഴിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിശ്വാസിയുടെ ആദർശ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള പല വശങ്ങളെ സംബന്ധിച്ചും കുറച്ച് അധികം ആഴ്ചകളിലായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ പറഞ്ഞതൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൻ്റെ മൊത്തം ആശയമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിലെ ആദർശവാക്യത്തിലെ ഒരു വശത്തെ സംബന്ധിച്ച് മാത്രമാണ് ഈ പ്രതിപാദിച്ചു കൊണ്ടിരുന്നിട്ടുള്ളതൊക്കെയും. ആ വശം നേർക്കുനേരെ നമ്മുടെ ആരാധന, പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ തനിക്ക് മീതെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. ഈശ്വരവിശ്വാസം, ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. അത് പല രൂപത്തിലും പല കോലത്തിലും എല്ലാ കാലത്തും കാണപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം മുഴുവൻ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിർബന്ധിതാവസ്ഥകളിൽ അവൻ്റെ നിയമം അനുസരിക്കുക എന്നതല്ല അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ശരിയായ സ്ഥാനം. നിർബന്ധിതാവസ്ഥകളിൽ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സർവാത്മന റബ്ബും ഇലാഹുമായി അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവല്ല. മറിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുള്ള മേഖലയിൽ നമുക്കിതിനേക്കാൾ താൽക്കാലികമായി ഇതിനേക്കാൾ മെച്ചപ്പെട്ട പലതും കിട്ടാനുണ്ടായിരിക്കെ അള്ളാഹുവിനോടുള്ള പരമമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാമുഖ്യം നമ്മുടെ ജീവിതത്തിൽ അവന് കിട്ടുക. സ്നേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് ആളുകൾക്ക് സ്നേഹം പങ്കുവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലരെയും സ്നേഹിക്കുന്നത് പല രൂപത്തിലാണെങ്കിലും നമ്മുടെ സ്നേഹം പലരും പറ്റുന്നുണ്ട്. നമ്മളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ഫലം നമ്മുടെ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും മാത്രമല്ല, നമ്മുടെ അയൽവാസികളും കൂട്ടുകുടുംബങ്ങളും മാത്രമല്ല, ജീവിതത്തിൽ വല്ലപ്പോഴും നമ്മെ കണ്ടുമുട്ടുന്ന നമ്മുടെ സഹജീവികളായ മനുഷ്യർ, ഏതോ യാത്രയിലും മറ്റും കണ്ടുമുട്ടുന്ന മനുഷ്യർ മാത്രമല്ല, നമ്മുടെ തലക്ക് മുകളിലും നമ്മുടെ കാലുകൾക്കടിയിലും ഒക്കെ ജീവിക്കുന്ന സകല ചെറുതും വലുതുമായ പ്രാണികളും ജീവികളും, എന്തിനധികം പറയണം, ഈ ആവാസ വ്യവസ്ഥ തന്നെയും ആ സ്നേഹത്തിൻ്റെ ഫലം പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ സ്നേഹം ഒരുപാട് ആയി വിഭജിക്കപ്പെടുന്നുണ്ട്, പങ്കുവെക്കപ്പെടുന്നുണ്ട്. കൊടുത്താൽ തീരാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള എല്ലാ സ്നേഹത്തിൻ്റെയും മേലെ അള്ളാഹുവിന് ഒന്നാം സ്ഥാനം നൽകണം. ഈ പറച്ചിലിൽ പ്രവാചകൻ അതിൻ്റെ താഴെയാണ്. അതായത് മാതാപിതാക്കളോ അല്ലെങ്കിൽ ദുനിയാവിലെ ഈ ഐഹികമായ കാണപ്പെടുന്ന ജീവിത വിഭവങ്ങൾ മുഴുവൻ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഒരാൾ പറയുന്നതെങ്കിൽ, കഴിഞ്ഞതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അയാളുടെ സ്നേഹത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് പ്രവാചകനായിരിക്കണം എന്ന് ആ പറയുന്നത് ശരിയാണ്. ഹദീസ് ആ കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോകരുത്, പ്രവാചകനോടാണ് ഒരു മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം ഉണ്ടാകേണ്ടത് എന്ന്. പ്രവാചകനോടുള്ള സ്നേഹത്തെക്കാൾ വലിയ ഒരു സ്നേഹത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്നേഹം പങ്കുവെക്കുന്നതിൽ പാളിച്ച പറ്റിയവരെ വിമർശിക്കുകയാണ്. പങ്കുവെച്ചവർ പലർക്കും പങ്കുവെച്ചു. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ തന്നെ പ്രചോദിതമായി അള്ളാഹു അല്ലാത്ത ആളുകളെ കലശലായി സ്നേഹിച്ചു. എന്തിനാ സ്നേഹിച്ചത്?
അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു കുറുക്കു വഴിയാണിത് എന്ന് ആളുകൾ വിചാരിച്ചു. അതിനെപ്പറ്റി വിസ്തരിച്ച് മുമ്പൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അവർ പലതും സമർപ്പിച്ചു. എല്ലാത്തിൻ്റെയും കാരണം ഇതാണ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിലേക്കെത്താൻ, അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു, അവനിലേക്കെത്താൻ ഇതൊക്കെയാണ് വഴികൾ എന്നവർ ധരിക്കുന്നു. ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്നതും ബഹുമാനം എന്ന് പറയുന്നതും ആദരവ് എന്ന് പറയുന്നതും ഇത്യാദി കുറേ വികാരങ്ങളുണ്ടല്ലോ. ഇതതിൻ്റെ ശരിയായ ദിശയിൽ പഠിച്ച് മനസ്സിലാക്കി നിയന്ത്രിച്ച് നിലനിർത്തിയില്ല എങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാവുന്ന ഒന്നാണ്. അങ്ങനെ അബദ്ധങ്ങൾ മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന അബദ്ധങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമിനന്നാസി മനുഷ്യരിൽ ഒരു കൂട്ടരുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അവർ അല്ലാഹുവിനെ കൂടാതെ അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കുന്നു. അള്ളാഹിനെ തന്നെ കൈവിട്ടിരിക്കുന്നു എന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പടച്ചവനില്ലെന്നോ പടച്ചവൻ വേണ്ടെന്നോ, ഞങ്ങൾ പടച്ചവന്റെ സ്ഥാനത്ത് നിർത്തുന്നത് ഇന്ന ദേവിയെയോ ഇന്ന ദേവതയെയോ ആണ് എന്ന് പറഞ്ഞ് പരിപൂർണമായും അള്ളാഹുവിൽ നിന്ന് വിമുഖത കാണിച്ച് തെറ്റിപ്പിരിഞ്ഞ് വഴിമാറി സഞ്ചരിച്ചവരെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് അവർക്ക് ലേശം സ്നേഹമൊക്കെ ഉണ്ട്. അവരുടെ വേഷത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ പലപ്പോഴായിട്ട് ഈ സ്നേഹം പ്രകടമാകുന്നുമുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അവർ അള്ളാഹുവിന് തന്നെ സമന്മാരായിട്ട് തുല്യന്മാരായിട്ട് വേറെയും ചില കേന്ദ്രങ്ങളെ, വ്യക്തികളെ അവർ സങ്കല്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു, ഈ മഹാന്മാരെ സ്നേഹിക്കുന്നു. നമ്മുടെ സമുദായത്തിന്റെ ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലലും പറച്ചിലും ഇപ്പം അത് കുറച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടാകും. നിങ്ങളൊക്കെ ഈ രാജ്യത്ത് കുറെ കൊല്ലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ലൗഡ് സ്പീക്കറിലോ അല്ലാതെയോ ഇത്രയധികം സ്വലാത്തുകൾ മുമ്പ് നമ്മൾ കേട്ടിരുന്നില്ല, ഇത്രയധികം ദിക്റുകൾ ഉണ്ടായിരുന്നു. ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല. ദ്വാ സമ്മേളനങ്ങൾ, സ്വലാത്ത് വാർഷികങ്ങൾ, അഖണ്ഡ നാമയജ്ഞങ്ങൾ, ലക്ഷാർച്ചനകൾ, രോഗശാന്തി ശുശ്രൂഷകൾ, ബൈബിൾ പ്രഘോഷണങ്ങൾ, ഇത്തരം വിപണി മൂലധനമിറക്കാതെ ബിസിനസ് നടത്താൻ പറ്റിയ നല്ല ഒരു രംഗമാണെന്ന് കണ്ടുകൊണ്ട് എല്ലാ ഭൗതിക താല്പര്യമുള്ളവരും ഈ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇമാം ഗസ്സാലി പറഞ്ഞതുപോലെ, ഉലമാഅക്കും ഇന്നി അറ ഉലമാഅക്കും ജുഹാലൻ വസുഹാദക്കും ത്വാലിബീന ദുനിയ, നിങ്ങളുടെ പണ്ഡിത വേഷധാരികൾ വെറും വിഡ്ഢികളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചു മനസ്സിലാക്കിയ ആളുടെ പ്രകടനം, ആളുടെ നിലപാട്, പ്രതികരണം ഇയാളിൽ നിന്ന് കാണുന്നില്ല. അപ്പോ നിങ്ങളുടെ ഈ പണ്ഡിതന്മാരെല്ലാം വെറും വേഷം കെട്ടിയവർ മാത്രമാണ് എന്ന് വരുന്നു എന്ന് ഇമാം ഗസ്സാലി വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് വസുഹാദക്കും ത്വാലിബീന ദുനിയ, നിങ്ങളിലെ ഈ വിദഗ്ധരായ ആളുകളുണ്ടല്ലോ, ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാം ചുളിവിൽ കൈയടക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് എന്നാണ് ഗസ്സാലി പറയുന്നത്. അതാണ് വസുഹാദക്കും ത്വാലിബീന ദുനിയ. ഇങ്ങനത്തെ ഇതൊരു മാനസികാവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒക്കെ പ്രദേശങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു, നിങ്ങളുടെ മുതിർന്ന വീട്ടിലുള്ള പ്രായമായ സ്ത്രീയോ പുരുഷനോ ആയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ മുമ്പ് കാലത്ത് ഇതിനേക്കാൾ നല്ല മനുഷ്യരായിരുന്നു, നല്ല ഭക്തിയിൽ, നല്ല ആത്മീയതയിൽ, നല്ല ജീവിത വിശുദ്ധിയിൽ ജീവിച്ചു പോയ കാലത്ത് ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടായിരുന്നില്ല. മതത്തിന്റെ പേരിലുള്ള ബഹളങ്ങൾ, ദിക്റുകളും ദുആകളും സലാത്തുകളുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മതത്തിന്റെ പേരിലുള്ള ബഹളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതല്ലാതെ മതത്തിന്റെ പേരിലുള്ള ലഹളകൾ എന്നല്ല, അത് വേറെ നടക്കുന്നുണ്ട്. ഈ വശം പുരോഗമിക്കുന്നത് പോലെ തന്നെ ആ വശവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല മനുഷ്യനില്ലാതായി പോകുന്നു, ഉള്ളിൽ തട്ടിയ വിശ്വാസമില്ലാതാകുന്നു, ആത്മാർത്ഥതയുള്ള അനുഷ്ഠാനങ്ങൾ ഇല്ലാതാവുന്നു എന്നതൊഴിച്ചാൽ കഴിച്ച് ബാക്കി എല്ലാ രംഗത്തും ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും ഇവർ സ്നേഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാൻ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായ സ്നേഹം അല്ലാഹുവിനോടായിരിക്കും.
നേരത്തെ മഹാന്മാരായ ആളുകളെ അള്ളാഹുവിനെ കൂടെ ഒപ്പമോ അല്ലെങ്കിൽ നേരിട്ടോ രണ്ട് രീതിയിലും സമുദായത്തിലുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ അള്ളാഹുവിനോടൊപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മാത്രം നേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഖുർആൻ ആയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അതവർ കേട്ടാലോ അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല. ഇത് ഇവിടത്തെ കാര്യം. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയിരുന്നു പല പൂജകളിലും പ്രാർത്ഥനകളിലും നേർച്ചകളിലും എന്നും മറ്റുമുള്ള കാര്യം അന്ത്യദിനത്തിൽ അവർ പാടെ നിഷേധിക്കും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ നിങ്ങൾ അവരെയും പങ്കാളികളാക്കിയിരുന്നു പലതിലും എന്ന സംഗതി അവർ നിഷേധിക്കും. അല്ലാഹു പറയാൻ, ആ നിഷേധിക്കുന്ന രംഗമാണ് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അത്യാവശ്യം വിശദീകരണത്തോടെ അള്ളാഹു പറയുന്നത്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب ولو يرى الذين ظلموا. ഈ ക്രമം തെറ്റി സ്നേഹത്തിന്റെ വിഷയത്തിലും ബഹുമാനത്തിന്റെ വിഷയത്തിലും ആദരവിന്റെ കാര്യത്തിലും അള്ളാഹുവിന് ഒന്നാം സ്ഥാനം നൽകുന്നതിന് പകരം അള്ളാഹുവിനോടൊപ്പം ഇതൊക്കെ പലർക്കും വീതം വെച്ചു കൊടുത്ത ഈ അക്രമികൾ, അള്ളാഹു പറയാൻ, വലൗ യറല്ലദീന ളലമു, ഈ അക്രമികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്തു മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇത് യറൗനൽ അദാബ, ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ എന്താണോ വരാൻ പോകുന്നത്, ബോധ്യപ്പെടാൻ പോകുന്നത്, ആ കാര്യം നേരത്തെ കാലത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എപ്പോ ശിക്ഷ വരുമ്പോ, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും അല്ലാഹ്ക്ക് മാത്രമാണ്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അല്ലാഹയാണെങ്കിലോ ഇമ്മാതിരി കൊടിയ ധിക്കാരം ചെയ്തവനോട് യാതൊരു കാരുണ്യവുമില്ലാതെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്നിവന് നാളെ ബോധ്യപ്പെടും. അല്ലാഹു പറയാണ്, ഇവന് നാളെ ബോധ്യപ്പെടും. ഈ ബോധ്യപ്പെടുമ്പോ, ശിക്ഷ കാണുമ്പോൾ ബോധ്യപ്പെട്ട സംഗതി ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, വലൗ യറല്ലദീന ളലമു, ഈ അക്രമികൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഇത് യറൗനൽ അദാബ, ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ കഴിവൊക്കെയും അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇവർ തിരിച്ചറിയാൻ പോകുന്ന കാര്യം ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ. ഇവിടെ കൊണ്ടും തീർന്നില്ല. എന്നിട്ട് പിന്നീട് ആ രംഗം പരലോകത്ത് എങ്ങനെയായിരിക്കും? ഈ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് ഞാൻ. നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ പള്ളികളോ മദ്രസകളോ ഉണ്ടെങ്കിൽ എന്തൊക്കെയോ പേരുകളിൽ മാസാന്തം നടക്കുന്നതോ പ്രതിമാസം നടന്നുകൊണ്ടിരിക്കുന്നതോ പ്രത്യേകമായി തട്ടിക്കൂട്ടുന്നതോ ആയ ധാരാളം ആത്മീയ പരിപാടികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളിൽ, ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടുകളിൽ, ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ നേർക്ക് നേരെ അള്ളാഹുവിനോട് നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ ഹക്കിനും ജാഹും ബർക്കത്തും വെച്ചുകൊണ്ടുള്ള നിരവധി പ്രാർത്ഥനകളുമുണ്ട്. ഇതിന്റെ മൊത്തം സമയം നോക്കിയാൽ അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ സമയം മറ്റു പലരിലേക്കായി വീതം വെച്ചു പോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില പ്രദേശത്ത് ചില വിഭാഗങ്ങളുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അത്തരം പ്രദേശത്ത് ഇത്തരം ക്രമം തെറ്റലുകളും കൂടുതലായിരിക്കും എന്നുകൂടി അതിന്റെ കൂടെ പറയണം. ഈ പോക്ക് എവിടേക്കാണ്? ഇതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഇങ്ങനെ ആത്മീയതയുടെ വിഷയത്തിൽ കളിച്ചാൽ അതിന്റെ ഫലം അന്തിമമായിട്ട് എന്തായിരിക്കും? അതിനെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ആയത്തുകളുടെ തുടർച്ചയിൽ അള്ളാഹു പറയുന്നു, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് وقال الذين كفروا لو أن لنا كرة فنتبرأ منكم كما تبرؤوا منا كذلك يريهم الله أعمالهم مسرات عليهم وما هم بخارجين من النار إذ تبرأ الذين تبعوا പിന്തുടരപ്പെട്ടവർ മിനല്ലദീന തബഉ പിന്തുടർന്നവരിൽ നിന്ന് പറഞ്ഞൊഴിവാവും. പരലോകത്ത് വെച്ച് എല്ലാവരും കൂടി പുനർജീവിപ്പിച്ച് വിചാരണയുടെ വേള വരുമ്പോൾ അവിടെയാണല്ലോ ഏറ്റവും വലിയ സങ്കീർണത. ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറയുന്ന നിസ്സഹായത അവിടെയാണ്.
എന്ത് സഹായം കിട്ടിയാലും വേണ്ടി, എന്ത് കൊടുത്താലും വേണ്ടില്ല, തനിക്ക് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും മോഹിക്കുന്ന സമയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഭയവിഹ്വലത നിരവധി സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളുടെ ചർച്ചകളിൽ ഫണ്ട് പിരിവിന് മാത്രമാണ് പരലോകം വിഷയമാക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ജീവിതത്തിന്റെ ഗൗരവപൂർണമായ പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പരലോകം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പരലോകം വിശുദ്ധ ഖുർആനിലെ ഓരോ പേജ് മറിച്ചാലും പരലോകത്തെക്കുറിച്ച് ഒരു പരാമർശമെങ്കിലും, ഒരു സൂചനയോ ഒരു പരാമർശമോ എങ്കിലും ഇല്ലാത്ത ഒരു പേജും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസിലതി ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. ജീവിതത്തിന്റെ ക്രമം തെറ്റിച്ച് ഇവിടെ ഞാൻ തന്നെയാണ് ആളെന്ന് കരുതി ആത്മീയത ഒരു കാട്ടിക്കൂട്ടൽ എന്ന നിലക്ക് കുറച്ചു സമയം ഏതൊക്കെയോ കേന്ദ്രങ്ങളെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിന്റെ ഒരു യഥാർത്ഥ ദാസനായി ജീവിക്കുന്നതിന് പകരം തനിക്ക് താൻ തോന്നിയവനെന്ന നിലക്ക് തോന്നിയ മാതിരി ജീവിച്ച ധിക്കാരിയായ മനുഷ്യൻ നാളെ അവിടെ വരുമ്പോൾ അള്ളാഹ് പറയാൻ യവദ്ദുൽ മുജ്രിം, ഈ എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി ക്രമം തെറ്റിച്ച ഈ കുറ്റവാളിയായ മനുഷ്യൻ അവൻ ആഗ്രഹിക്കും, എന്താഗ്രഹിക്കും? ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. ഈ ശിക്ഷയുടെ, ഈ കഠിനമായ ശിക്ഷയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ? എൻ്റെ മകന് കൊടുത്തിട്ട്. ഈ മകനാണ് അവന് ആ കുഞ്ഞുണ്ടായത് മുതൽ ഹക്കാണെങ്കിൽ ഹക്ക്, ബാത്തിലാണെങ്കിൽ ബാത്തില്, കരളെങ്കിൽ കരള്, ചോരയെങ്കിൽ ചോര എന്ന മട്ടിൽ ഇവൻ സമ്പാദിച്ചു കൊണ്ടിരുന്നത്, കുടിച്ചു വാർത്തും കടിച്ചു കീറിയും ജീവിച്ചു കൊണ്ടിരുന്നത് ഈ മകന് വേണ്ടിയാണ്. പിന്നെ ഇവന്റെ ഭാര്യയാണ്. അങ്ങനെ അവന് എല്ലാത്തിനും അപ്പുറം അവന്റെ ലോകം എന്ന് പറയുന്നത് അതായിരുന്നു. എന്നിട്ട് ഇപ്പൊ വന്നു നോക്കുമ്പോ പ്രതിസന്ധികൾ അതിന്റെ ഭീകരതയോടുകൂടി കണ്ടപ്പോ ഈ മകനെ കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയുമോ? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി. തന്റെ കൂട്ടാളിയെ കൊടുത്താൽ പറ്റുമോ? തന്റെ സഹോദരന്മാരെ കൊടുത്താൽ പറ്റുമോ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ദുനിയാവിലെ മുഴുവൻ മനുഷ്യരെ ബലിയെടുത്താലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ദുനിയാവിലെ മുഴുവൻ മനുഷ്യരെയും നൽകിയാലും പകരം നൽകിയാലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇങ്ങനെ മനുഷ്യൻ എരിവിരി കൊള്ളുന്ന ഒരു സന്ദർഭമുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഞെട്ടോട്ടമോടുന്ന ഒരു ഘട്ടമുണ്ട്. ഹദീസുകളിൽ ഈ അത്തരം ആയത്തുകളുടെ വിസ്തരിച്ച വിവരണവും വന്നിട്ടുണ്ട്. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ പരലോകം പറയാനല്ല. പിന്നെയോ, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅതു ബിഹിമുൽ അസ്ബാബ്. പിന്തുടരപ്പെട്ടുകൊണ്ടിരുന്നവർ പിന്തുടർന്നവരിൽ നിന്ന് പറഞ്ഞൊഴിവാവും. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. മുട്ടിന് എന്റെ പേരിൽ നേർച്ചക്കുറ്റി സ്ഥാപിക്കണമെന്നോ ആണ്ടിലൊരിക്കൽ എന്റെ പേരിൽ വലിയ ഒരു വിഭവ സമ്പൂർണമായ സദ്യ നടത്തണമെന്നോ ഏടുകൾ എഴുതിയുണ്ടാക്കിയിട്ട് സ്ഥാനത്തും ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് ഇത് ആവർത്തിച്ച് ചൊല്ലിയാൽ എന്റെ അള്ളാഹുവിന്റെ പ്രീതി കിട്ടുമെന്നോ ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ഇതിനൊന്നിനും ഉത്തരവാദിയുമല്ല. എന്നെ ഇങ്ങനെ ഇവർ വിളിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ ഞാൻ അറിയില്ല. അതാണ് അള്ളാഹ് പറയുന്നത്, ഇത് തബറഅല്ലദീന തബഉ മിനല്ലദീന തുബിഉ. പിന്തുടരപ്പെട്ട ആളുകൾ അവരെ പിന്തുടർന്നിരുന്നവരുടെ കാര്യത്തിൽ ആരെയാണോ ഏത് മഹാന്മാരെയാണോ ഇങ്ങനെ പ്രാർത്ഥിച്ചും നേർച്ച നേർന്നും നൈവേദ്യങ്ങൾ സമർപ്പിച്ചും സോപ്പടിക്കാൻ ഈ ജീവിതകാലത്ത് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ആ മനുഷ്യരെ അവർ തള്ളിപ്പറയും. എപ്പോഴാ തള്ളിപ്പറയുന്നത്? എല്ലാ ബന്ധങ്ങളും മറ്റുപോയി. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. ശിക്ഷ നേർക്ക് നേരെ കാണുന്നു. കരുത്തൊക്കെയും അല്ലാഹ്ക്ക് മാത്രമാണ്. പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പിലോ തീരുമാനം പറയുന്നതിലോ ലെവലേശം പങ്കും സ്വാധീനവും ഈ മനുഷ്യർക്കൊന്നുമില്ല. ഇവരും ഞങ്ങളെപ്പോലെ തന്നെ നിസ്സഹായരാണ് എന്ന് അവിടെ ബോധ്യപ്പെടുമ്പോൾ ഈ മഹാന്മാരായ ആളുകൾ അവരെ പിന്തുടർന്നിരുന്ന ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞൊഴിവാകും, കൈവിടും എന്നാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല. അങ്ങനെ കൈവിടുമ്പോ ഇവരുടെ സ്വഭാവം മാറും. എന്നിട്ട് ഇവർ പറയാണ്, വഖാലല്ലദീന കഫറു, ഈ നിഷേധികളായ ഇത്തരം നന്ദികെട്ട ഈ നിലപാട് കാണിച്ച ആളുകൾ പറയും, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻകും കമാ തബറഉ മിന്ന.
അങ്ങനുണ്ടോ? ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചുപോയി ദുനിയാവിൽ ഒന്നുകൂടി ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ഇപ്പൊ ഇവര് ഞങ്ങളെ തള്ളിപ്പറഞ്ഞതുപോലെ ഞങ്ങൾ അവരെയും തള്ളിപ്പറഞ്ഞേനെ. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും വസറാത്തിൻ അലൈഹിം, ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തും. വമാ ഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകാഗ്നിയിൽ നിന്ന് പുറത്തു പോരുന്ന പ്രശ്നം തന്നെയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇതൊക്കെ ഇമാതിരി ഇത് ചില ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിച്ചാൽ, കേവല പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം എന്ന് വെച്ചാൽ സ്നേഹപ്രകടനത്തിൽ പോലും, ബഹുമാനം, സ്നേഹം, ആദരവ് പോലെയുള്ള വികാരങ്ങൾ പങ്കുവെക്കുന്നതിൽ പോലും ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് അള്ളാഹുവായിരിക്കണം. അതിൻ്റെ തൊട്ട് താഴെ അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കഴിച്ച് പിന്നീടുള്ള എല്ലാ ആളുകളും ഈ കാര്യത്തിൽ സമന്മാരാണ്. മഹാന്മാർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കൂട്ടരെ വേറെന്തോ മാനദണ്ഡത്തോടു കൂടി അള്ളാഹുവോ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ഹുജറാത്തിലെ ഒരു ആയത്ത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അതാണ്, മനുഷ്യരെ, നിങ്ങളെ നാം ഒരേ മാതാപിതാക്കൾ, ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെന്താ തൊട്ടടുത്ത വാചകം? നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിങ്കൽ ആദരവുണ്ടെങ്കിൽ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ മഹാൻ, നിങ്ങളിലെ ഏറ്റവും മുത്തക്കിയായ ആളാരോ അയാളാണ്. അല്ലാതെ മഹത്വത്തിന് വേറൊരു മാനദണ്ഡവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവേ, എനിക്ക് നിന്റെ സ്നേഹം നൽകണം. നിന്റെ വേറെ ആരുടെയെങ്കിലും സ്നേഹം എനിക്ക് കിട്ടുകയാണെങ്കിൽ നിന്റെ അടുക്കൽ പ്രയോജനം ചെയ്യുന്ന ആളുകളുടെ സ്നേഹം കിട്ടണം. അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക. ഇതാണ് സ്നേഹത്തിന്റെ വളരെ വലിയ ഉയർന്ന ദർജ എന്ന് പറയുന്നത്. മൻ അഹബ്ബ ലില്ലാഹ് വഅബഅദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി നൽകി, അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന് വേണ്ടി കോപിച്ചു, എല്ലാം അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ താഴെ മറ്റുള്ളവരെ ഒക്കെ നിർത്തുന്ന സ്നേഹത്തിന്റെ ഈ ക്രമത്തിൽ മനുഷ്യരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതിനേക്കാൾ വലിയ സ്ഥാനത്തോ അതിന് തുല്യമായ സ്ഥാനത്തോ ഒരാളെയും പ്രതിഷ്ഠിക്കാത്ത രീതിയിൽ നിഷ്കളങ്കവും നിഷ്കപടവുമായി അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്കാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിധിവിലക്കുകൾ പാലിക്കുമ്പോൾ നിർബന്ധിതാവസ്ഥതകളിൽ ഒരു ഭാരം എന്ന കണക്കെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് പകരം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഇഷ്ടപ്പെടാനും അങ്ങനെ അവന്റെ നിയമങ്ങളെ ഇഷ്ടപ്പെടാനും അവൻ വിലക്കിയതിനെ വെറുക്കാനും അങ്ങനെ കഴിയണം എന്നുള്ളതാണ്. അതാണ് വിശ്വാസിയുടെ ലക്ഷണമായിട്ട് റസൂലുള്ള പഠിപ്പിച്ചത്. അതാണ് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ദുനിയാവിൽ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ, സ്നേഹിക്കുന്ന വ്യക്തിയോട് ആ സ്നേഹം മനുഷ്യന്റെ മനസ്സിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തും. അങ്ങനത്തെ പല അനുഭവങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഞാനൊരു 14 മുമ്പൊരിക്കൽ റമദാനിന്റെ മുന്നോടിയായിട്ടോ മറ്റോ വേറൊരു ഉദ്ദേശാർത്ഥം ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. സ്കൂളിൽ ഒന്നിച്ചു പഠിക്കുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്ന എൻ്റെ സഹപാഠിയായ ഒരുത്തനെ നീണ്ട 20 or 22 കൊല്ലത്തിന് ശേഷം ഒരു ദിവസം കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയിട്ട് അവൻ ക്ഷണിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ ചെറുതായിരുന്ന സന്ദർഭത്തിൽ സ്കൂളിൻ്റെ പിന്നിലാണ് ഈ വീടെന്നതുകൊണ്ട് അവിടെ പോയി ഞങ്ങളെപ്പോഴും കഞ്ഞിയും ചായയും ഒക്കെ കുടിക്കാറുണ്ട്. നല്ല അടുത്ത ബന്ധമുള്ള ഒരു വീടാണ്. ഒരു ചെറിയ ഓലപ്പരയാണ് അന്ന്. ഇപ്പം അത്യാവശ്യം ഒരു മകൻ ഗൾഫിൽ പോയി വീടൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് എപ്പോഴോ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അപ്പം ഇവൻ എന്നോട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകല്ലോ, ഉമ്മാനെ കാണണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു, ഉപ്പ മരിച്ചുപോയി, കുറേ കൊല്ലമായിട്ട് പിന്നെ ഇവനെ കണ്ടിട്ടില്ല. ഇവൻ ഗൾഫിലോ വിദേശത്തോടെ ഒക്കെ കുറേ കൊല്ലം ഒന്നിച്ച് നിൽക്കേണ്ടി വന്ന് അങ്ങനെ കാണാൻ പറ്റാതായതാണ്.
അപ്പോൾ ഉപ്പ മരിച്ചുപോയി. ഒരു ഈ ബറാത്ത് രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് മധുരമുള്ള അപ്പം ചുട്ട് നമ്മുടെ സമുദായം ഏതെങ്കിലും പുണ്യം കൽപ്പിക്കുന്ന എല്ലാ ദിവസത്തിലും ലേശം മധുരം ചെല്ലണം എന്ന ഒരു ശീലമുണ്ട്. കാരണം മയങ്ങണം, അന്ന് പ്രത്യേകിച്ചൊന്നും ചെല്ലരുത്, പറയരുത് എന്നതാണ് അതിൻ്റെ സൈക്കോളജി. അങ്ങനെയാണ്. ലൈലത്തുൽ ഖദറിനും അങ്ങനെ തന്നെയാണ്, ബറാത്ത് രാവിനും അങ്ങനെയാണ്. ഈ രണ്ടും ഒരുപോലെ പുണ്യമുള്ളതൊന്നുമല്ല, എന്നാലും അങ്ങനെയാണ്. ഇതൊക്കെ ആരാണ് രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒരു ശഅബാൻ 15-നാണ് യാദൃച്ഛികമായിട്ട് ഈ വീട്ടിൽ ചെന്നത്. അപ്പോൾ ഈ സ്ത്രീ മിച്ചറോ ചായ ഇതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് വാതിലിൻ്റെ മറുവിൽ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഒരു പഴയ പാരമ്പര്യ മാപ്പിള കുടുംബത്തിൻ്റെ ഒരു സംസ്കാരമാണത്, ഇങ്ങോട്ട് നേരെ ഇറങ്ങി വരുമൊന്നുമില്ല സ്ത്രീകൾ. അങ്ങനെ വാതിലിൻ്റെ മറുവിൽ നിന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ആൾ പോയതിന് ശേഷം പിന്നീട് ഞങ്ങൾ അപ്പം ഉണ്ടാക്കാറില്ല, അല്ല ചക്കരച്ചോറ് വെക്കാറില്ല ഇവിടുത്തെ എന്ന് പറ. അപ്പം ഞാൻ ചോദിച്ചു, ഉപ്പ മരിച്ചിട്ട് മോനോട് ഞാൻ ചോദിച്ചു, ഉപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? 12 കൊല്ലമായി. 12 കൊല്ലം മുമ്പ്. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലായി. കാരണം ഞാൻ സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവൻ്റെ കൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും അത്രയും സ്നേഹത്തിലാണ്, ഈ ഭാര്യ ഭർത്താക്കന്മാർ. ഇയ്യോ ഞാനോ എന്ന മട്ടിലല്ല. ഒരാൾ വന്നിട്ടേ മറ്റേ ആൾ ഭക്ഷണം കഴിക്കൂ, ഒരാൾ അദ്ദേഹം ഇവൾക്കും കറി അങ്ങോട്ടും ഇങ്ങോട്ടും പാർന്നു കൊടുക്കും. നമ്മുടെ മുമ്പിൽ നാടകം കളിക്കല്ല, അവർ യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെയാണ്. ഇത് മൂപ്പര് വേണമെങ്കിൽ വരുമ്പോൾ വേണമെങ്കിൽ വിളമ്പി തിന്നോട്ടെ, അല്ലെങ്കിൽ എടുത്ത് തിന്നോട്ടെ, മുടി വെച്ചിട്ട് ഇവൾ കിടന്നുറങ്ങാൻ. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കാത്തിരിക്കുന്ന ഭാര്യയുടെ മനസ്സിൽ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇരിക്കട്ടെ, അതിപ്പോൾ അതല്ല വിഷയം. അങ്ങനെ ഈ മനുഷ്യൻ ഇയാൾ മരിച്ചു പോയിരിക്കുന്നു 12 കൊല്ലം മുമ്പോ മറ്റോ മുമ്പ്. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞങ്ങൾ ആ പലഹാരം ഇവിടെ ഉണ്ടാക്കാറില്ല. മൂപ്പർക്കത് വലിയ ഇഷ്ടമായിരുന്നു. ഇത് പറഞ്ഞപ്പോഴേക്ക് ആ സ്ത്രീയുടെ കണ്ണീര് നിറഞ്ഞു. 12 കൊല്ലം മുമ്പ് മരിച്ച ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഓർക്കേണ്ടി വരുമ്പോഴേക്ക് കണ്ണീര് നനയുന്ന ആ മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹമില്ലാതെ പിന്നീട് ഉണ്ടാക്കി കഴിക്കാൻ കഴിയാത്ത ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണ് സ്നേഹം. ഇതാണ് ശരിക്കുള്ള സ്നേഹം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞ ആ കാരുണ്യവും ആ സ്നേഹവും ഉണ്ടല്ലോ, അതാണ്. ഈ സ്നേഹം ദമ്പതികൾക്കിടയിൽ വേണമെന്നല്ല ഇപ്പം ഞാൻ പറഞ്ഞത്, അതെന്തായാലും ഉണ്ടാവണം, അതല്ല വിഷയം. വിഷയം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സ്നേഹം പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് അള്ളാഹു ഉണ്ടാകുക. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇഷ്ടമില്ലാതാകുക, അള്ളാഹ് വെറുത്തതൊക്കെ വെറുക്കുക. ഒരു കാര്യം ഞാൻ ചെയ്താൽ അള്ളാഹുവിൻ്റെ അനിഷ്ടം സമ്പാദിക്കേണ്ടി വരുമോ എന്ന നിലക്ക് വന്യമൃഗത്തിൽ നിന്നെന്ന പോലെ ഓടിയകലുക. ഒരു കാര്യത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുമെന്ന് കരുതുമ്പോൾ തീയിൽ നിന്നെന്ന പോലെ അകന്നു നിലകൊള്ളുക. ഇതാണ് മൻ അഹബ്ബ ലില്ലാ വ അബ്ഗള ലില്ലാ വ അഅത ലില്ലാ വ മനഅ ലില്ലാ എന്ന് പറയുന്ന വികാരം. ഈ വികാരമാണ്, ഈ സ്നേഹത്തിൽ നിന്നാണ് ബഹുമാനം ഉണ്ടാകുന്നത്. ആ ബഹുമാനമാണ് അള്ളാഹുവിനോടുള്ള ബഹുമാനം, ആ സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. ഈ സ്നേഹവും ബഹുമാനവും ഉള്ളിൽ തട്ടിക്കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രകടനങ്ങളാണ് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രേരണ. അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ ഈ വീതമ്പപ്പിൽ ക്രമം തെറ്റിച്ചവർ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്നേഹത്തിന്റെ വീതമ്പപ്പിൽ ക്രമം തെറ്റിച്ചവർ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നതിലും ക്രമം തെറ്റിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ എവിടെയൊക്കെ സ്നേഹത്തിന്റെ ദുർവിനിയോഗങ്ങളോ സ്നേഹത്തിന്റെ വഴിവിട്ട പ്രകടനങ്ങളോ കാണുന്നുവെങ്കിൽ അവിടെയൊക്കെ ഇസ്ലാമിക ജീവിതത്തിന്റെ ക്രമവും തെറ്റിയിട്ടുണ്ടാകുമെന്നും ഇസ്ലാമിക ചട്ടക്കൂടിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകുമെന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് കപട ആത്മീയ കേദാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചൂഷണങ്ങളുടെയും അധാർമികതകളുടെയും ഒക്കെ വലിയ ചളിക്കുണ്ടുകളാണവ എന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രതീക്ഷ മുഴുവനും അള്ളാഹുവിൽ ബന്ധിപ്പിക്കാൻ, ആവശ്യങ്ങൾ മുഴുവൻ അവനോട് ചോദിച്ച് നേടാൻ, മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലയിൽ ആരാധനാപരമായ അതിൻ്റെ വശത്ത് വിശുദ്ധ ഖുർആനും തിരുചര്യയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ക്രമം തെറ്റാതെ അത് മുറുകെ പിടിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അതിന് വിരുദ്ധമായ ഏത് നീക്കവും, നേരത്തെ പറഞ്ഞതുപോലെ യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ പങ്കിനെ തള്ളിപ്പറയും എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ചിത്രീകരണം തന്നെ ഈ ആയത്തുകളിലൂടെ, സൂറത്തുൽ ബഖറയിലെ നേരത്തെ ഓതിക്കേൾപ്പിച്ച ആയത്തുകളിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഓരോരുത്തരും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അക്രമികൾ അവിടെ വെച്ച് കാണാൻ പോകുന്ന കാര്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ
പ്രഖ്യാപനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, പുനർവിചാരണ നടത്തണം, പാളിച്ചകളും പോരായ്മകളും ഉണ്ടെങ്കിൽ തിരുത്തണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിനെ സ്നേഹിക്കുവാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതിൻ്റെ ശരിയായ രീതിയിൽ തഖ്വ കൈക്കൊള്ളുവാനുമുള്ള സൗഭാഗ്യം, അതിനാവശ്യമായ ബോധം, അതിനാവശ്യമായ സാഹചര്യം പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.